ഹായ് ഹലോ രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് നമ്മളുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് 25-ാം ദിവസമായിട്ടാണ്. എല്ലാവരും നമ്മുടെ കൂടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അമ്മയ്ക്ക് കുട്ടി കുട്ടി മുടികളൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട്. അതുകൊണ്ട് ഇനി കൂടാത്തവർ അത് കണ്ടിട്ട് കൂടണം കേട്ടോ. രാജീവ് വ്ളോഗ്സ് അടിച്ചിട്ട് 1, 2 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. പിന്നെന്താ, ഇന്ന് നമ്മളൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിന് ഒന്നല്ല, സിമ്പിളായിട്ടുള്ള ഹെയർ പാക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്. അതോ ഒരുപാട് ഗുണമുള്ളൊരു സംഭവം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ അതെന്ന് നോക്കാം. ഇവിടെ മുറ്റത്തേക്ക് പോവാം. മഴയാണ്. അതിന് നമുക്ക് വേണ്ടത് കണ്ടോ, നമ്മളെ പേരയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പേരയുടെ ഇല എടുക്കാം. മഴ പെയ്തിട്ടേ പേരയുടെ ഇലയുമ്പിലൊക്കെ വെള്ളം മക്കളെ. എന്നാലും നമ്മ അതിങ്ങനെ ചായച്ച് പിടിച്ചിട്ടൊക്കെ തലയിലേക്ക് ആവാതെ എടുക്കുകയാണ്. മഴ ഉണ്ട്. ഇപ്പോൾ വെയിൽ പോയല്ലേ, ഇന്ന് നല്ല മഴയായി. ഇപ്പോൾ മഴ കുറേശ്ശെ തുടങ്ങിയല്ലേ. അപ്പോൾ നമുക്ക് ഇനി പേരയുടെ ഇല എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ പേരയുടെ ഇലയുടെ കണ്ടോ, ഈ പിൻഭാഗം നല്ലോണം ശ്രദ്ധിക്കണം എല്ലാവരും. ഈ പിൻഭാഗത്ത് ചിലപ്പോൾ ചെറിയ പുഴുക്കളോ മാറുകാലകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പേരയുടെ ഇല നന്നായിട്ടൊരു 3 പ്രാവശ്യം കഴുകണം കേട്ടോ. ഇനി നമുക്കത് 3 പ്രാവശ്യം കഴുകാം. അമ്മ പേരയില 2-3 പ്രാവശ്യം നന്നായി കഴുകിയെടുത്തു കേട്ടോ. ഒന്നുമല്ല, നമുക്ക് ഇത് തലയോട്ടി ചൊറിച്ചിലൊക്കെ മാറ്റി രക്തചംക്രമണം നന്നായി നടക്കുന്നുണ്ട് കേട്ടോ. ഈ പേരയില നമ്മളെ തലയിൽ അതിൻ്റെ വെള്ളം നമ്മളിങ്ങനെ ചെറുതായിട്ട് മസാജ് ചെയ്താൽ നന്നായിട്ട് രക്തചംക്രമണം നടക്കും. വിറ്റാമിൻ ബി ഉണ്ട് നന്നായിട്ട് പേരയിലയിൽ. പിന്നെ വിറ്റാമിൻ സി ഉണ്ട് പേരയിലയിൽ, മനസ്സിലായില്ലേ? അത് നന്നായിട്ട് കൊളാജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മുടിക്ക് സമ്പൂർണ്ണ പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെ മുടി ഗ്രോത്തിൽ വളരും, മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളെ രക്തചംക്രമണം നടക്കും. മുടിയുടെ ഇഴകളിൽ ആഴത്തിൽ ഇറങ്ങിച്ചെന്നത് മുടി ഗ്രോത്തിൽ വളരാൻ, മനസ്സിലായില്ല? അല്ലെ പ്രോട്ടീനാ കൊളാജൻ ഉൽപ്പാദിപ്പിക്കൊണ്ടേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അടുപ്പിൻ്റെ അടുത്ത് വെള്ളം വെച്ചിട്ടുണ്ടാകുമ്പോൾ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കറണ്ടിൻ്റെ അടുപ്പിലാണ് കുട്ടികളെ. ഗ്യാസിൻ്റെ അവിടേക്ക് കുറച്ച് ലൈറ്റ് കുറവാണ്, അത് കാരണം കേട്ടോ അമ്മ തിളയ്ക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ തിളയ്ക്കണേക്ക് നമ്മൾ പിച്ച് ഇട്ടാൽ മതി. എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. ഇതേ പിച്ച് ഇടണേലല്ല കേട്ടോ. ഇതിൻ്റെ പോഷകങ്ങൾ ഇതിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് 20 മിനിറ്റ് നന്നായിട്ട് വെട്ടി തിളയ്ക്കുക തന്നെ വേണം. 20 മിനിറ്റ് ചുരുക്കം, മനസ്സിലായില്ലേ? അതുപോലെ ഇത് തലയിൽ വെച്ചിട്ട് നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം. അരമണിക്കൂറോ അതിലധികമോ ഒരു ദോഷവുമില്ല. നമുക്ക് ഇത് തിളപ്പിച്ചാറിയ വെള്ളമാകൊണ്ട് നിങ്ങൾ ഒരു അരമണിക്കൂർ വരെ ഇത് തലയിൽ എന്തായാലും വെച്ചോളൂ. ഇനിയിപ്പോൾ ആൾക്കാർക്ക് പറയാൻ അയ്യോ തിളപ്പിച്ചാറിയ വെള്ളാച്ചാലും തലയിൽ വെയ്യാറിഞ്ഞിട്ട് നിങ്ങളാരും നിർവീഴ്ചയൊന്നും വരുത്തരുത്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണമെങ്കിലും കഴുകി കളഞ്ഞോളൂ. ഞാനിത് ഈ പേരയില തേക്കുമ്പോൾ ഞാനൊരു അരമണിക്കൂർ ഇത് തലയിൽ വെക്കാറുണ്ട്. ഇത് നല്ലതാണേ. അപ്പോൾ മുടി നമുക്ക് നന്നായി ഗ്രോത്തിൽ വളരും. ഇനി ഇത് തിളക്കട്ടെ കേട്ടോ, ഒന്ന് കുറുകട്ടെ. ഞാൻ 1.5 ഗ്ലാസ് വെള്ളാട്ടോ വെച്ചിട്ടുള്ളത്. ഇതൊരു 1/2 ഗ്ലാസ് ആവുന്നവരെ തിളക്കട്ടെ. നമ്മളുടെ പേരയിലേക്ക് കണ്ടോ നന്നായി തിളച്ച് 1.5 ഗ്ലാസ് 2 ഗ്ലാസോളം കഷ്ടി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഗ്ലാസിൻ്റെ 4 ഗ്ലാസ്സിന് തന്നെ അല്ല, ഞാനൊരു 4 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നോക്കി നോക്കണ്ട. നമ്മളെ സ്കാൽപ്പിൽ മാത്രമേ ഇത് തേക്കണ്ടൂ. ബാക്കി ഉണ്ടെങ്കിൽ ഇഴകളിൽ അത്രേ വേണ്ടൂ. കണ്ടോ, ഇത് കുറുകി ഇത് 1/2 ഗ്ലാസ് കഷ്ടിയുള്ളൂ. ഇപ്പോൾ കണ്ടോ ഇങ്ങനത്തെ കളറായി കണ്ട വെള്ളമൊക്കെ. അപ്പോൾ ഇനി നമ്മളിത് നിർത്തി വയ്ക്കുകയാണ്. ഇനി ഇത് ആറട്ടെ കേട്ടോ, നന്നായിട്ട് ആറട്ടെ. പക്ഷേ ഇത് കഴുകി കളയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാണ്ട് കേട്ടോ. ഇത് കഴുകി കളയുമ്പോൾ നമ്മളൊരു ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകി കളയാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. ലൈറ്റ് ചൂടായിച്ച് പൊള്ളിക്കൊന്നും അരുതേ, ഒരു ലൈറ്റ് ചൂട്. വേനൽക്കാലത്ത് നമ്മൾ പുഴയിലൊക്കെ കുളിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ലൈറ്റ് ചൂടുള്ള വെള്ളം, അങ്ങനെ ഒരു ചൂടിൽ നിങ്ങളിത് കഴുകി കളഞ്ഞാൽ മുടിക്ക് ഏറ്റവും നല്ലതാണ്. നമ്മളുടെ പേരവെള്ളം ഇവിടെ റെഡി ആയി കേട്ടോ. നമ്മളിതാ ഒരു 10 മിനിറ്റ് അവിടെ വെച്ച് എനിക്ക് സത്ത് മുഴുവനെ ഇറങ്ങട്ടെ വെച്ചിട്ട്. അപ്പോൾ എനിക്ക് സത്ത് മുഴുവനെ ഇറങ്ങി കണ്ടോ. ഒരു കട്ടൻ ചായയെന്ന് അപ്പോൾ അത് തോന്നുക കണ്ടല്ലോ. ഇത് ധാരാളം മതിയിട്ടോ. നമുക്ക് സ്കാൽപ്പിൽ തേച്ചിട്ട് ബാക്കിയുള്ളത് എല്ലാവരും മുടിയുടെ ഇഴകളിലും തേച്ചോളൂ. ഒരു ദോഷവും. മുടി നിങ്ങൾ തഴച്ച് വളരുന്നുണ്ട് ഞെട്ടിപ്പോവും. അത്രയും പോഷകം കേട്ടോ. ഞാൻ തേച്ചിട്ടുള്ളതാണ്. അതൊക്കെയാണ് നിങ്ങൾക്കും കാണിച്ചു തരുന്നത് കേട്ടോ. ജനിച്ചിട്ട് കുറേ കാലമായില്ലേ, അപ്പം നമ്മൾ തേക്കണത് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരികയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ പറയുകയാണ്, മുടി നന്നായിട്ട് എല്ലാവരും കെട്ടൊക്കെ കളഞ്ഞ് വെക്കണം. രാവിലെ എണീറ്റ് കഴിക്കേണ്ട മുടി ഒന്ന് ശ്രദ്ധിച്ചളയുണ്ട്. കെട്ടൊക്കെ കളഞ്ഞ് ഒന്ന് ചീന്തി വെക്കുക. എന്നിട്ട് നമ്മൾ കുളിക്കുമ്പോൾ ഇതേപോലെ കുറച്ച് എണ്ണ, അന്ന് കൂടുതലൊന്നും വാരി തേക്കണ്ട കേട്ടോ. കുറച്ച് എണ്ണ നമ്മൾ കയ്യിലേക്ക് എടുത്തിട്ട്, ഇന്ന് ഞാൻ ചൂടാക്കിയിട്ടില്ല, കയ്യിലിട്ട് നല്ലോണം ഒന്നാണ് ചൂടാക്കിയിട്ട് സ്കാൽപ്പിൽ തേക്കുക.
ബാക്കി ഇഴകളിൽ നമ്മളെ തലമുടിയിൽ എത്രണ്ട എണ്ണ വേണമെന്ന് നമുക്ക് ഒരു വിവരം ഉണ്ടാവൂലേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുടിയിൽ എണ്ണ തേക്കലൊക്കെ നിങ്ങൾ കേട്ടോ എത്ര വേണമെച്ചാൽ അങ്ങനെ തേക്കുക. പക്ഷെ ഒരുപാട് എണ്ണ പൊത്തിയ ഗുണമില്ല. പണ്ടൊക്കെ നമ്മൾ ഈ നെറുകിൽ വല്ലാതെ അല്ലേ ഇടും. പക്ഷെ അപ്പോൾ അന്നൊന്ന് കഴുകി കളയണം, മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ താളി തേക്കണം. ഇത് താളിയല്ലല്ലോ നമ്മളെ പേരയിലെ വെള്ളം. ഇതിപ്പോൾ നിങ്ങളിത് തലയിലും മൂട്ടിലും ഒക്കെ നന്നായിട്ട് എണ്ണ തേച്ചിട്ട് എങ്ങനെയാ വെച്ചാൽ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരം ഒരു മസാജ് ചെയ്യാം കേട്ടോ. ഞാൻ സ്പീഡ് കാട്ടുന്നുണ്ട്, നിങ്ങളിങ്ങനെയാണ് മസാജ് പൊരിഞ്ഞ് ചെയ്യണമെന്നൊന്നുമില്ല, പതുക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ മുടിയുടെ തലപ്പത്തേക്കും കുറച്ച് എണ്ണ കണ്ടോ, കുറച്ച് എണ്ണ തലപ്പത്തേക്കും നമ്മളാക്കിയതിന് ശേഷം നമ്മൾ ഈ പേരയിലയുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേക്കുക. ബാക്കി ഉണ്ടെങ്കിൽ ഇഴകളിൽ തേക്കുക. എന്നിട്ട് നിങ്ങളിതൊരു മാക്സിമം 20 മിനിറ്റ്, ഒരു 20 മിനിറ്റ് ആയിട്ട് അരമണിക്കൂർ വരെയെങ്കിലും ഇരിക്കണം കേട്ടോ. എന്നാലേ ഇതിൻ്റെ നമ്മളെ മുടിയിൽ നിന്ന് ചെറുതായിട്ടൊരു മസാജ് ചെയ്യേണ്ട സംഭവമാണ് നമ്മൾ പേരയില. നിങ്ങൾക്ക് കുട്ടികളെ കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ നിങ്ങൾ ഇഴകളിലൊക്കെ നേരെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അല്ല സ്കാൽപ്പിൽ ഇഴകളിലല്ല, സ്കാൽപ്പിൽ നേരെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഞാൻ കോട്ടനൊന്നും എടുത്തില്ല കേട്ടോ, ഞാൻ കൈ കൊണ്ട് തന്നെ തേച്ച് അതൊരു ശീലമായിപ്പോയി. എനിക്ക് ഈ കോട്ടൺ എടുത്തിട്ട് സുഖം കിട്ടുന്നില്ല. സ്പ്രേ ബോട്ടലിലാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. നിങ്ങളൊക്കെ സ്പ്രേ ബോട്ടലിലാക്കിയിട്ട് സ്പ്രേ ചെയ്താൽ മതി. എന്നാൽ നന്നായിട്ട് സ്കാൽപ്പിൽ 4 പറയും പൂവില്ല, കൃത്യമായിട്ട് അതാവും കേട്ടോ. എൻ്റെ അടുത്ത് സ്പ്രേ ബോട്ടലൊക്കെ ഉണ്ട് കേട്ടോ, നമ്മളെ ടോണറായിട്ട് ഇരിക്കുക. അത് ആ ടോണർ ലേശം കൂടി ഉണ്ട്. അപ്പോൾ ആ ടോണറൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ടോണറൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തി തരട്ടെ, പുതിയ ടോണറുകൾ എന്തൊക്കെയാണ് മുടി വളർച്ച കൂട്ടണതേ. അപ്പോൾ നമ്മളിത് സ്കാൽപ്പിൽ നല്ല തേച്ചിട്ട് ഞാനൊരു 20 മിനിറ്റ് ഇതിങ്ങനെ ഒന്നിങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ. എല്ലായിടത്തേക്കും ഒന്ന് ആക്കട്ടെ, തലയോട്ടിയിലൊക്കെ ഒന്ന് എല്ലായിടത്തും കൂടി ആക്കട്ടെ കേട്ടോ. എന്നിട്ട് നമ്മളൊരു 5 മിനിറ്റ് നമ്മളെ രക്തചംക്രമണം നന്നായിട്ട് നടന്നിട്ട് നമുക്ക് മുടി നന്നായിട്ട് വളരണ്ടേ. അപ്പോൾ ചെറിയൊരു മസാജ് ഇങ്ങനെ അയച്ചിട്ട് വേഗം അമർത്തിയിട്ടൊന്നും കൊടുക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്നിങ്ങനെ അതിലേക്ക് തേച്ച് പിടിപ്പിക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ ഇളം ചൂടുള്ള വെള്ളം ഒന്നും വേണ്ട. നമ്മൾ കുളിക്കാൻ വെള്ളം നമ്മൾ കുട്ടികൾക്കൊക്കെ കണ്ടിട്ടില്ലേ, ചെറുതായിട്ടൊരു ചൂടുള്ള വെള്ളം ലൈറ്റ് വെയിലത്ത് വെച്ചിട്ടൊക്കെ ചൂടാക്കുന്ന ആ ചൂടേ വേണ്ടുള്ളൂ കേട്ടോ. ഒരു 2 കപ്പ് തിളച്ച വെള്ളം നമ്മൾ ഈ കുളിക്കുന്ന വെള്ളത്തിലേക്കാണ് പാരുക, എന്നാൽ ഒരു ഇളം ചൂടുള്ള വെള്ളമാവും. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ. എത്രയൊക്കെ ഉള്ളൂ, ഒന്ന് ചെറുതായി മസാജ് ചെയ്തു. ഇനി അമ്മ മുടിയൊക്കെ കെട്ടി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ടേ കുളിക്കണുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരാനുള്ള സമയമില്ല. ഇത് തേച്ചാൽ 20 മിനിറ്റ് എങ്കിലും വെക്കാതെ ഒരു കാര്യമില്ല, 20 to അരമണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ പിന്നെ പെട്ടെന്ന് കുളിക്കാൻ പറ്റില്ല, അപ്പോൾ സമയം കുറവുകൊണ്ടാട്ടോ. അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഇതൊക്കെ ചെയ്യണം. പിന്നെന്താ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ മാത്രം നിങ്ങളിതൊക്കെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. പിന്നെന്താ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. പിന്നെന്താ കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി അമർത്തണം. അപ്പോൾ ഓളെന്നൊരു ഓപ്ഷൻ വരും, അവിടെയും കൂടി നിങ്ങളൊന്ന് തൊട്ട് കഴിഞ്ഞാലേ ഉള്ളൂ അമ്മ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് പുതുത് വരുള്ളൂ, നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇനി എന്താ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.